BJPയുടെ പുറകോട്ട് പോക്കിൽ വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എല്ലാ ഘട്ടത്തിലും തത്വാധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുന്ന LDFന്റെ സമീപനം ഏറ്റവും പ്രസക്തമായതാണ് എന്താണ് കാണാൻ നമുക്ക് കഴിയുക. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. LDFനെ വലിയ തോതിൽ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുണ്ട്. മറ്റു ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഇതിനെല്ലാം തള്ളിക്കൊണ്ട് തന്നെ LDFനെ നല്ല രീതിയിൽ അംഗീകരിക്കുന്ന നിലപാടാണ് പൊതുവെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ചു വന്ന മണ്ഡലമാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും അവിടെ വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ LDFന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, BJPക്ക് വലിയ തകർച്ചയുണ്ടായി. LDFന് കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കാൻ ചേലക്കരയിൽ കഴിഞ്ഞു. പാലക്കാട് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു. BJPയുമായുള്ള നേരത്തെ ഉള്ള അകലം അത് നല്ല രീതിയിൽ വോട്ടിന്റെ വ്യത്യാസം കുറച്ചു കൊണ്ടുവരാനും കഴിഞ്ഞു. ഇത് LDFന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമ്മുടെ നാട്ടിലെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു ഘട്ടമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് സൗത്ത് ഏരിയയിൽ നേതൃത്വം കൊടുക്കാനുള്ള കെട്ടിടമാണ് നായനാർ ഭവൻ എന്ന രീതിയിൽ ഒരുങ്ങിയിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താൻ ഇവിടെ കേന്ദ്രമായിക്കൊണ്ട് സാധിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.